ഹായ് മക്കളെ, നല്ല സന്തോഷമുള്ള ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയും. അതായത് ഫിസിക്സ് എക്സാം എന്തുകൊണ്ട് നമുക്ക് എളുപ്പമായി എന്ന് നമ്മൾ സംസാരിക്കും. ഇതേ മൊമെൻറ്റം നമുക്ക് ഇനി അങ്ങോട്ടുള്ള എക്സാമുകളിൽ എങ്ങനെ കീപ്പ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരും. എഡ്യൂപോർട്ടിൻ്റെ റാപ്പിഡ് റിവിഷൻ ബാച്ചിനെ കുറിച്ച് പറയും. ആൻഡ് അതേപോലെ തന്നെ ഇനി നിങ്ങൾക്കുള്ള കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് 5-ാം തീയതിയും 7-ാം തീയതിയും പരീക്ഷയാണ്. ബയോ സയൻസ് കുട്ടികൾക്ക് 7-ാം തീയതി മാത്സ് ആണ്. അതിനുവേണ്ടി അടുത്ത 7 ദിവസത്തേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ആൻഡ് അതേപോലെ തന്നെ എന്താണ്, ഒരു കുഞ്ഞ് ഗിവ് അവേ നിങ്ങൾക്കുണ്ട്. ആൻഡ് ഏറ്റവും അവസാനം എനിക്ക് സുഹൈൽ സാറിനെ കുറിച്ച് 2 വാക്കും കൂടെ പറയാനുണ്ട്. അതുവരെ നിങ്ങൾ എന്തായാലും കേൾക്കണം കേട്ടോ. ഓക്കെ, റൈറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഒരു 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 10 to 12 minutes. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എടാ, അതായത് എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ 10ാം ക്ലാസ്സിലെ സമയം, 10ാം ക്ലാസ് ബോർഡ് എക്സാം കഴിഞ്ഞപ്പം ഞങ്ങളൊക്കെ എന്താണ് മാത്സിൻ്റെ എനിക്കൊന്ന് അതായിരുന്നു ലാസ്റ്റ് പരീക്ഷ. ആ പരീക്ഷ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ട്രീറ്റിന് പോയി. അപ്പം അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത്. അപ്പം ഭയങ്കര എളുപ്പം, ഞാൻ പഠിപ്പിച്ച് തന്നെയാണ് വന്നത്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് സാറേ ഇതേപോലെ പോൾ ഇട്ടപ്പം ഇതുപോലത്തെ ഒരു റിസൾട്ടായിരുന്നു. അതായത് ഭൂരിഭാഗം കുട്ടികളും വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ, പക്ഷേ അത്തവണ പോലും എന്ത് ചെയ്തിട്ടില്ല, ആ മാത്സിൻ്റെ പരീക്ഷയ്ക്ക് പോലും VC ഇത്രമാത്രം ഡോമിനേറ്റ് ചെയ്തിരുന്നത്. അന്ന് EC നമ്പർ 1 ആയിരുന്നില്ല കേട്ടോ. പക്ഷെ ആദ്യമായിട്ട് എനിക്കൊന്ന് എഡ്യൂപോർട്ടിൻ്റെ ചരിത്രത്തിൽ ഓരോ പരീക്ഷ കഴിയുമ്പോഴും നമ്മളിട്ട പോളിൽ ആദ്യമായിട്ടാണ് പരീക്ഷ എളുപ്പമാണ് എന്നുള്ളത് 62%, അതും 23,000 വോട്ടിൽ നിന്നാണ് 62% കുട്ടികൾ പറയുന്നത്. ആൻഡ് അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫിസിക്സിൻ്റെ പരീക്ഷ, +2 ഫിസിക്സിൻ്റെ പരീക്ഷ. ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെയൊക്കെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൽ എഴുതിയതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള ഫിസിക്സിൻ്റെ പരീക്ഷയായിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കല്ല അതിൻ്റെ ഉത്തരവാദിത്വം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളെടുത്ത എഫേർട്ടിന് മാത്രമാണ്. ഞങ്ങൾ ആകെ ചെയ്തത് അതിലേക്കുള്ള ഒരു വഴികാട്ടിയാക്കി തരിക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അതായത് ഒരുപാട് കുട്ടികൾ പരീക്ഷ പേപ്പർ എളുപ്പമല്ല, ഇതിലും എളുപ്പമുള്ള പരീക്ഷകളായിരുന്നു ഇതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഫിസിക്സിന് നടന്നത്. ഒരു മീഡിയം ഡിഫിക്കൽട്ടിയുള്ള പരീക്ഷ തന്നെയായിരുന്നു. പക്ഷേ നിങ്ങൾ ആ ലെവലിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുണ്ടായിരുന്നെങ്കിലും എളുപ്പമാവുന്ന രീതിയിൽ. ആൻഡ് ബിഗ് കൺഗ്രാറ്റ്സ് ഫോർ ദിസ് +2 സ്റ്റുഡൻസ്. ഈ ഒരു മൊമെൻ്റ് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അങ്ങോട്ടും കീപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിലെന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ഫസ്റ്റ് ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, ഇന്നത്തെ ഫിസിക്സ് എക്സാം എളുപ്പമായി. ഇനി എസ്പെഷ്യലി ബയോ സയൻസ് കുട്ടികൾക്ക് അടുത്ത 7-ാം തീയതിയാണ് മാത്സിൻ്റെ പരീക്ഷ. സോ ഇന്നൊക്കെ വെറുതെ ഇരുന്ന് ഒന്നങ്ങ് ഇൻസ്റ്റയൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കെട്ടിപ്പൂട്ടി വെച്ച ഇൻസ്റ്റയും യൂട്യൂബിലൊക്കെ ഒന്ന് കറങ്ങാൻ നിങ്ങൾ തീരുമാനിക്കണം. മക്കളെ എന്തായി പോവും, ഇതുവരെ എടുത്ത എഫേർട്ട് നമുക്ക് വേസ്റ്റ് ആയിപ്പോവും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയാണ്, എടാ നിങ്ങൾ പഠിക്കുന്ന അതേ എഫേർട്ട് വെച്ചിട്ട്, അതായത് ഒരു സ്ഥലത്ത് ഇരുന്നാലും നിങ്ങൾ പഠിക്കാം, അതേപോലെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റ നോക്കാൻ പറ്റുന്നുണ്ട്, യൂട്യൂബ് നോക്കാൻ പറ്റുന്നുണ്ട്, സ്നാപ്ചാറ്റ് നോക്കാൻ പറ്റുന്നുണ്ട്, ബാക്കി വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് പഠനം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല, പഠിക്കാൻ നിങ്ങൾക്ക് തോന്നില്ല, പഠിക്കാൻ നിങ്ങൾക്ക് മടിയാവും. കാരണം എന്താ, പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഇൻസ്റ്റ എടുത്ത് നോക്കിയാൽ പോരെ എന്നുള്ള തോട്ട് വരും. ഇൻസ്റ്റയിൽ നിങ്ങൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നത് മാത്രമല്ല പ്രശ്നം. ചിലപ്പോൾ നിങ്ങൾ അരമണിക്കൂറായിരിക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ 5 മിനിറ്റ് ആയിരിക്കും. പക്ഷേ ആ 5 മിനിറ്റ് പോലും എന്ത് ചെയ്യും, നിങ്ങളുടെ ബ്രെയിനിലെ ഡോപ്പാമീൻ നിങ്ങളോട് പറയും, മോനെ പഠിച്ചു കഴിഞ്ഞാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, നമുക്ക് അതേ എഫേർട്ടല്ലേ ഇൻസ്റ്റയ്ക്ക് വേണ്ടു, ഇൻസ്റ്റ എടുത്തൂടെ നോക്കും. അപ്പം എന്താണ്, ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റയും അതേപോലത്തെ എല്ലാ ഡിസ്ട്രാക്ഷൻസും ലോക്ക്ഡ് ആണ്. ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് അൺലോക്ക് ചെയ്യാനുള്ള സമയം, ഇതെല്ലാം അൺലോക്ക് ചെയ്യാനുള്ള സമയം എപ്പോഴാണ്, മാർച്ച് 23 ഇനി നിങ്ങൾക്ക് ഇന്ന് റെസ്റ്റ് എടുത്തേ പറ്റൂന്നാണ്. നിങ്ങൾ വല്ല സിനിമക്ക് പോയി, കാരണം എന്താ, അതും നിങ്ങളുടെ പഠിത്തവും തമ്മിൽ എന്തല്ല ഒരേപോലെ ബന്ധമല്ല. ഞാൻ ഇന്ന് സിനിമക്ക് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കച്ചരാക്കരുത് കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ടിക്കറ്റ് എടുക്കണം, അതിന് പൈസ വേണം, വീട്ടിൽ നിന്ന് വണ്ടി കയറി പോകേണ്ടി വരും, അങ്ങനത്തെ കുറേ എഫേർട്ട് ഉണ്ട്. ഒരിക്കലും എന്ത് ചെയ്യില്ല, നാളെ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുമോ, ഒന്നും കൂടി സിനിമക്ക് പോരുന്നൊന്നും തോന്നൂല, പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, നമ്മൾ ഒരു പുതിയ ഫ്ലോയിലേക്ക് പോകണം. ഇതിന് ഫ്ലോ എന്നാണ് എന്ത് ചെയ്യുക സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത്. നമ്മളെ ലക്ഷ്യത്തിലേക്കുള്ളതിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതെന്ത് ചെയ്യണം, നിങ്ങൾ കീപ്പ് ചെയ്യണം. സോ മാർച്ച് 23 വരെ എന്ത് വന്നാലും ഓക്കെ, സെറ്റല്ലേ? അങ്ങനെ അത് റെഡി ആയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. പ്രോമിസ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം വളരെ സന്തോഷമുണ്ട്.
റാപ്പിഡ് റിവിഷൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടും പറഞ്ഞ ഒത്തിരി കമൻറ്റുകൾ ഇന്നത്തെ പോളിൻ്റെ താഴെയൊക്കെ വന്നിട്ടുണ്ട് മക്കളെ. അതായത് അതിൽ എൻ്റെ സന്തോഷം എന്താ വെച്ചാൽ എപ്പോഴും ഞങ്ങളെ ക്ലാസ് എഫക്റ്റീവ് ആണെന്നുള്ള കമൻറ്റുകളൊക്കെ വരാറുണ്ട്. പക്ഷേ റാപ്പിഡ് റിവിഷൻ കാരണം ഞങ്ങൾ 2 വർഷത്തോളം നടത്തിയ റിസർച്ചിൻ്റെ ഫലമാണ്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് മാത്രമാണ് നിങ്ങളൊന്ന് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തത്, ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ പൈസക്ക്, അതായത് നമുക്ക് നിങ്ങൾ റാപ്പിഡ് റിവിഷനിൽ ജോയിൻ ചെയ്ത് ഫുൾ ക്ലാസ് കാണാൻ നമുക്ക് നഷ്ടമാണ്. വെറുതെ പറയുന്നല്ല കേട്ടോ. ചില ആൾക്കാർ ഇന്നലെ ഏതോ ഒരു വീഡിയോ ഉണ്ട് 36,099 പറഞ്ഞൊരു വലിയ ഗുണിതൊക്കെ നടത്തിയിട്ടുണ്ട്. ആ 36,000 ആൾക്കാർ ഫുള്ള് പഠിക്കുകയാണെങ്കിൽ എന്താ നമുക്ക് നഷ്ടമായിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഞങ്ങളുടെ പുതിയ മെത്തേഡ് നിങ്ങൾ പഠിച്ചൊന്ന് അനുഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ കൊണ്ടാണ് നമ്മളത് ചെയ്തത്. ഇതിൻ്റെ ഫേസ് 2 വേർഷൻ 2 എന്ന് പറയുന്നത് വേറെ ലെവലായിക്കൊണ്ട് എന്താണ് അടുത്ത വർഷത്തെ നീറ്റിൻ്റെയും ജെയുടെയും റിപ്പീറ്റേഴ്സ് ബാച്ചിന് നമ്മൾ നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഈ റാപ്പിഡ് റിവിഷൻ. ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ തന്നെ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിശ്വസിക്കാം. ജസ്റ്റ് 99 റുപ്പീസിന് ഇനിയും ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള 5 സബ്ജക്റ്റുകളും നിങ്ങൾ ഇതുവരെ എഴുതിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എക്സാമായി മാറും. ആ ബാച്ചിൽ ഒരിക്കൽ കൂടെ പറയാണ്, ബാച്ചിൽ ജോയിൻ ചെയ്തു, നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ബാച്ചിൽ ജോയിൻ ചെയ്തു, ഇതേ മൊമെൻ്റത്തിൽ നിങ്ങൾ അങ്ങോട്ട് പഠിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വെച്ച് ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രിസൈസ് ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് റാപ്പിഡ് റിവിഷൻ ബാച്ചിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും 99 നിങ്ങൾക്ക് ഒരു പ്രശ്നമാവാൻ പാടില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന സ്റ്റെപ്പുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കമൻറ്റിൽ എന്ത് ചെയ്യുക, ഞാൻ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള പേയ്മെൻറ്റ് ലിങ്ക് അയക്കാം. ആ പേയ്മെൻറ്റ് ലിങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗൂഗിൾ പേ നമ്പർ, നിങ്ങൾക്ക് ഇത് ആർക്ക് വേണേൽ സെൻഡ് ചെയ്ത് കൊടുക്കുക. ആ പേയ്മെൻറ്റ് ലിങ്ക് അതിൽ നിങ്ങൾ പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലായിരിക്കണം നിങ്ങൾ ആപ്പിൽ ലോഗിൻ ചെയ്യേണ്ടത്. ഗൂഗിൾ പേ നമ്പറുമായിട്ട് അതിനൊരു ബന്ധവും വേണമെന്നില്ല. പേ ചെയ്ത് കഴിയുക, അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട മൊബൈൽ നമ്പർ, സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നതാണ്. മൊബൈൽ നമ്പർ എന്താണ്, നിങ്ങളുടെ ആപ്പ് യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അച്ഛൻ്റെ ഫോണിലാണ് പേയ്മെൻറ്റ് ചെയ്യാൻ, അച്ഛൻ്റെ ഫോണിലേക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. ഫോം ഫില്ല് ചെയ്യുമ്പം ആപ്പ് ഉപയോഗിക്കാവുന്ന മൊബൈൽ നമ്പർ ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ കാർഡോ ക്രെഡിറ്റ് കാർഡോ എന്ത് വേണമെങ്കിലും വെച്ച് പേ ചെയ്യാം. പേ ചെയ്ത് കഴിഞ്ഞ് ഉടനെ നിങ്ങൾ ആ ബാച്ചിലേക്ക് ജോയിൻ. ഞാൻ ചൂസ് ചെയ്യുന്ന ബാച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ബയോ സയൻസ് ആണെങ്കിൽ ബയോ സയൻസ് കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോഴും ഞാൻ പറയണം, നഷ്ടമാവില്ല. കാരണം കുട്ടികൾ തന്നെ എന്ത് ചെയ്യും, കുട്ടികൾ തന്നെ ഇതിൻ്റെ ആ കമൻറ്റ് വരും, റാപ്പിഡ് റിവിഷൻ ബാച്ച് പൊളിയായിരുന്നു എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഇനി നെക്സ്റ്റ് എന്താ, ഇനി നമ്മളുടെ ഷെഡ്യൂളിലേക്ക് പോവാണ്. CS കാരെ സംബന്ധിച്ചിടത്തോളം യെസ്, ഇപ്പോൾ 2 ഓപ്ഷനാണ്. മാത്സ് ഏകദേശം പഠിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മൾ റാപ്പിഡ് റിവിഷൻ ബാച്ചിൽ CS കാരുടെ ബാച്ചിൽ മാത്സ് ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ തീർത്ത് തന്നിട്ടുണ്ടായിരുന്നു. ചില ആൾ അത് മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടാവില്ല, ഫിസിക്സിന് വേണ്ടി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ 2 ബാച്ചുകളായിട്ടുണ്ടാവും. ഒന്ന് മാത്സ് പഠിച്ചു കഴിഞ്ഞ ആൾക്കാരും മാത്സ് പഠിക്കാത്ത ആൾക്കാരും. മാത്സ് പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ നിങ്ങൾ ചെയ്യേണ്ടത് റാപ്പിഡ് റിവിഷൻ ബാച്ചിലെ CS ടൈം ടേബിൾ അതേപോലെ ഫോളോ ചെയ്യുക. ഇനി മാത്സ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള മക്കളെ ഞാൻ പറയാണ്, മാത്സിനേക്കാൾ എത്രയോ എളുപ്പമാണ് CS എന്ന് മാത്രമല്ല, ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് ഞാൻ ജസീം സാറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞിരിക്കുന്നത് ഈ 3-ാം തീയതി, അതായത് 3-ാം തീയതി രാവിലെ, ഞായറാഴ്ച രാവിലെ 9 മണിക്കും 7 മണിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുഴുവൻ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് 2 സെഷനായിട്ട് പഠിപ്പിച്ചു തരും. നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് അതിനുശേഷം 4-ാം തീയതി മൺഡേ, നിങ്ങളുടെ പരീക്ഷയുടെ തൊട്ട് തലേന്ന് പകല് ഫുള്ള് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. ആൻഡ് ഈ രാത്രി 7 മണിയുടെ ലൈവ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നമ്മൾ പല രീതിയിലായിട്ട് നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും. കമ്മ്യൂണിറ്റി വഴിയോ ലിങ്ക് പിൻ ചെയ്ത് അങ്ങനെ ആ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് മൺഡേ രാത്രി 7 മണിയുടെ ലൈവും കൂടെ കണ്ടാൽ, ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്കാണെന്നാണ് ജസീം സർ പറഞ്ഞിട്ടുള്ളത്. കേരളം കണ്ട ഏറ്റവും ബെസ്റ്റ് CS അധ്യാപകനാണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറാണ്, എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന അധ്യാപകനാണ്. ഒരു സംശയമില്ല, ഇത് ചെയ്താൽ മതി. പ്രൊവൈഡഡ് നിങ്ങൾ മാത്സ് പഠിച്ചിട്ടില്ലേ, അപ്പോൾ നിങ്ങൾ മാത്സ് എങ്ങനെ പഠിക്കുന്നത്, എന്താണോ നമ്മുടെ റാപ്പിഡ് റിവിഷനിലുള്ളത്, ഈ സമയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും റാപ്പിഡ് റിവിഷൻ ബാച്ചിലെയും നമ്മുടെ യൂട്യൂബ് ലൈവിലെ മാത്സ് കാണുക. 3-ാം തീയതി രാവിലെ 9 മണിക്കും, അല്ലെ 3-ാം തീയതി ഫുൾ ഡേയും 4-ാം തീയതിയും മാത്രം നിങ്ങൾ CS-ന് മാറ്റിവെക്കുക. ഇന്നും നാളെയും നിങ്ങൾക്ക് മാത്സ് പഠിക്കാനുണ്ട്. ബാക്കി പെൻഡിങ് ആയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള മാത്സിൻ്റെ മാരത്തോണിൽ നമ്മൾ പറഞ്ഞുതരും. ക്ലിയർ അല്ലേ? നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ജസീം സാർ ഉണ്ട്, എഡ്യൂപോർട്ടിൻ്റെ കൂടെ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താണ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി സയൻസിൻ്റെ കുട്ടികളാണ്. നിങ്ങൾ ഷെഡ്യൂൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം. അത്ര ക്ലാരിറ്റി ഇല്ല എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ഞാനൊന്ന് വേഗം പറഞ്ഞുതരാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചോ. 1-ാം തീയതി ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും,
മാത്സിലെ 2ാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയും അതേപോലെ തന്നെ 12ാമത്തെ ചാപ്റ്റർ ലീനിയർ പ്രോഗ്രാമിങ്ങും ഇന്ന് നമ്മൾ എന്ത് ചെയ്യും ലൈവ് ഉണ്ട്. ഇതിൻ്റെ റാപ്പിഡ് റിവിഷൻ ബാച്ചിലെ ലിങ്ക് വീഡിയോസ് ഓൾറെഡി അപ്പാണ്. റാപ്പിഡ് റിവിഷൻ ബാച്ചിലെ ആൾക്കാർ അത് കണ്ടിട്ട് മാത്രം ലൈവിലേക്ക് വരിക. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലൈവ് വെച്ചിട്ടുള്ളത്. അതേപോലെ നാളെ രാത്രി ഇതൊക്കെ 7 മണി കേട്ടോ. നാളെ രാത്രി 7 മണിക്ക് 3 ചാപ്റ്ററാണ്. 5ാമത്തെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആൻഡ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണുള്ളത്. ആൻഡ് അതേപോലെ തന്നെ 3-ാം തീയതി രാത്രി 7 മണിക്ക് ഇൻ്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, മാട്രിസസ്. ഇൻ്റഗ്രൽസ് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റിംഗ് ഇൻ്റഗ്രൽസ് എന്നുള്ള ഷാമിൽ സാറ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആൻഡ് അതേപോലെ തന്നെ 4-ാം തീയതി മാത്സിൽ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വെക്ടർ ആൾജിബ്ര, 3 ഡയമെൻഷൻ, ഡിറ്റർമിനൻസും പിന്നെ പ്രോബബിലിറ്റി ഉണ്ട് രാത്രി 7 മണിക്ക്. ഇത്രയും 4-ാം തീയതിയോടുകൂടി എന്ത് ചെയ്യും നിങ്ങൾ 14 ചാപ്റ്റേഴ്സും നമ്മൾ യൂട്യൂബ് വഴിയും അതേപോലെ തന്നെ റാപ്പിഡ് റിവിഷൻ ബാച്ച് വഴിയും എന്ത് ചെയ്യും നമ്മൾ ചെയ്യും. റാപ്പിഡിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം നമ്മളെ യൂട്യൂബിലേക്ക് നിങ്ങൾ വന്നാൽ മതി. ആൻഡ് 4-ാം തീയതി രാത്രി നിങ്ങൾക്ക് എന്ത് ചെയ്യും അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ തരും. മാത്സ് ഫിസിക്സ് പോലെ പരീക്ഷയുടെ തലേന്നല്ല നമ്മൾ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യാൻ പോകുന്നത്, കാരണം മാത്സിന് അത് സമയം കിട്ടില്ല. അപ്പം എന്നിട്ട് എന്താണ് 5-ാം തീയതി 2 സെഷനായിട്ട് ഉച്ചയ്ക്ക് 2 മണി മുതൽ, അതായത് CS-കാരുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം 2 to 6ഉം അതേപോലെ തന്നെ 7 to 11ഉമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ 14 ചാപ്റ്റേഴ്സും അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് വെച്ചിട്ട് എന്ത് ചെയ്യും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. അപ്പോൾ എന്താണ് ബയോ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം 4-ാം തീയതിയത്തെ നിങ്ങളുടെ മുഴുവൻ പാഠങ്ങളും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റിവിഷൻ മോഡിലായിരിക്കണം. രാവിലെ മുഴുവനായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ റിവൈസ് ചെയ്യുക, എന്നിട്ട് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് മാക്സിമം ചെയ്യുക. ആൻഡ് കമ്പ്യൂട്ടർ സയൻസുകാരും ഈ 5-ാം തീയതിയത്തെ ലൈവിന് ശേഷം ഫുൾ ഡേ 6-ാം തീയതി ഇതൊക്കെ 5-ാം തീയതിയത്തെ ഡേറ്റ് തന്നെയാണ് കേട്ടോ. 6-ാം തീയതി രാവിലെ പകൽ നിങ്ങൾക്ക് നിങ്ങളെ ഫിസിക്സ് പോലെ തന്നെ എന്താണ് ഒരു ക്ലാസ്സും നമ്മൾ തരുന്നില്ല, ഒരു ക്ലാസ്സും തരുന്നില്ല. അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് വെക്കുക, ചെയ്ത് 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 പഠിച്ചുകൊണ്ടിരിക്കുക. ശ്വാസത്തിലടക്കം മാത്സ് ഉണ്ടാവണം. ആൻഡ് കഴിഞ്ഞതുപോലെ തന്നെ 6-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് 6-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നിങ്ങൾക്ക് എന്തുണ്ടാവും 6-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ദ ഫൈനൽ വെടിക്കെട്ട് റിവിഷൻ ഉണ്ടാവും. ആ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും. പക്ഷേ ആ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. 5-ാം തീയതിയത്തെ 2 സെഷനിലാണ് അത് കൂടുതലായിട്ട് എന്ത് ചെയ്യുക നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചുരുക്കി പറഞ്ഞാൽ ഇത് ഞാൻ പറയുന്നതിൽ കുറച്ച് കൺഫ്യൂഷൻ ആയിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടോ, ഒന്നും കൂടി നിങ്ങൾ കേട്ട് നോക്കിയാൽ മതി. ചുരുക്കി പറഞ്ഞാൽ എന്താ 2 കൂട്ടർക്കും CS ആയിക്കോട്ടെ ബയോ സയൻസ് ആയിക്കോട്ടെ നല്ല പെർഫെക്റ്റ്ലി തീർക്കാവുന്ന രീതിയിലുള്ള ടൈം ടേബിളാണ്. ആൻഡ് ഒരു ഗിവ് അവേ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാരയച്ച് ബാക്കി മുഴുവൻ ആൾക്കാർക്കും നിങ്ങളെ ആപ്പിൽ കോയിൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് ഇന്നും അതായത് നിങ്ങൾക്ക് 2 ബാച്ചാണുള്ളത്, കമ്പ്യൂട്ടർ സയൻസ്, ബയോ സയൻസ്. ഈ 2 ദിവസങ്ങളിൽ ഇന്നും അതായത് 1-ാം തീയതി മാർച്ച് 1-ാം തീയതിയും അതേപോലെ തന്നെ മാർച്ച് 2-ാം തീയതിയും ഏറ്റവും കൂടുതൽ കോയിൻസ് ആ ഒരു ബാച്ചിൽ നിന്നും ആ ഒരു ആപ്പിൽ നിന്നും നിങ്ങൾ കളക്ട് ചെയ്യുന്ന ആരാണോ അവർക്ക് എന്താണ് ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടാവും. ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടാവും ഇന്നും നാളെയും. കാരണം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളത് കൂടുതൽ നിങ്ങൾ പഠിക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ള. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് റാപ്പിഡ് റിവിഷൻ ബാച്ചിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്നും കോയിൻസ് കിട്ടാൻ പോകുന്നത്. ലീഡർ ബോർഡ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതുവരെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും കിട്ടും. ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ ലീഡർ ബോർഡിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മെല്ലെ മെല്ലെ കയറുക. 1-ാം തീയതിയും 2-ാം തീയതിയും കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിനും ബയോ സയൻസ് ബാച്ചിനും മാക്സിമം പോയിന്റ് കിട്ടുന്ന ഓരോ കുട്ടികൾക്ക് വീതം ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടാവും. മത്സരിച്ച് പഠിക്കുക, പഠനം ഒരു ആഘോഷമാക്കി മാറ്റുക. അതേപോലെ തന്നെ നിങ്ങൾ നല്ല പോയിന്റിലുണ്ട്, നിങ്ങളെല്ലാവരും കാണണം എന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങളുടെ DP മാറ്റാവുന്നതാണ്. കാരണം ചില കുട്ടികളൊക്കെ ഇപ്പോഴും DP മാറ്റിയിട്ടില്ല. പ്രൊഫൈലിൽ പോവുക, DP മാറ്റുക. ഹോം പേജിലുള്ള നിങ്ങളുടെ ചിത്രത്തിലുള്ളത് ക്ലിക്ക് ചെയ്ത് വീണ്ടും ചിത്രം ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, DP മാറ്റാൻ പറ്റും. ആൻഡ് ഏറ്റവും അവസാനം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ, സുഹൈൽ സർ. ഇന്ന് സുഹൈൽ സർ ഭയങ്കര ഇമോഷണലായിരുന്നു. രാവിലെ ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹി വാസ് നോട്ട് ടോക്കിംഗ് അറ്റ് ഓൾ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഇതുപോലത്തെ ഒരു ബോർഡ്, ഈ ബോർഡല്ല ഇതുപോലത്തെ ഒരു ബോർഡ് ആദ്യമായിട്ട് എഡ്യൂപോർട്ടിൽ വാങ്ങുമ്പോൾ അത് ഞാനിങ്ങനെ എന്താണ് ഫിക്സ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സുഹൈലിനെ കാണുന്നത്. അതുവരെ നമ്മൾ ടാബിൽ ഇങ്ങനെ എഴുതിയിട്ടായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്ന് മുതൽ എഡ്യൂപോർട്ടിൻ്റെ കൂടെ കൂടിയതാണ്. ആൻഡ് നിങ്ങൾക്കറിയാം, നിങ്ങൾ 10-ാം ക്ലാസ്സിലുള്ള പലരും എന്താ ഇപ്പം നമ്മളുടെ കൂടെ ഇല്ല. പക്ഷേ സുഹൈലിനും എന്താണ് അതേപോലത്തെ വലിയ വലിയ ഓഫേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സുഹൈലിന് എന്താണ് എഡ്യൂപോർട്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് മാത്രമല്ല അവനെന്താണ്
അത് തന്നെ കുട്ടികൾക്ക് നൽകണം എന്നുള്ളത് അവൻ ഒരുപാട് ആഗ്രഹിച്ചു. ഈ വീഡിയോയിൽ എന്തല്ല അത് നിങ്ങൾക്കറിയാം, ഫിസിക്സിൽ സുഹൈൽ സാറും അതേപോലെ തന്നെ കട്ടക്ക് നിന്നുണ്ട് ഹാഷിഖ് സാറും മെഹറൂഫ് സാറും ഐതമാമൊക്കെ. പക്ഷെ എന്നാലും എന്താണ്, സുഹൈലിന് എനിക്ക് സ്പെഷ്യൽ പൊസിഷൻ ഇൻ മൈ ഹാർട്ട് ഉണ്ട്. എജ്യൂപോർട്ടാക്കി മാറ്റുന്നില്ല. കാരണം ഞാൻ എന്ത് പറയും, ഓരോ ദിവസവും അജാസൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പലതും നിങ്ങൾ പറയാം അജാസ് സർ കറക്റ്റ് ടൈമിൽ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ. ചിലപ്പോഴൊക്കെ അത് സുഹൈലിൻ്റെ ഐഡിയ ആയിരിക്കും. ആ ഒരു രീതിയിൽ നിങ്ങളെന്താ സ്വന്തം അനുജന്മാരെയും അനുജത്തിമാരെ പോലും കരുതിയിട്ടാണ് അവൻ എന്ത് കഴിഞ്ഞ 3 വർഷം നിങ്ങളുടെ കൂടെ ഉള്ളത്. എൻ്റെ ഉറപ്പായിട്ട് അവന് വിഷമം ഉണ്ടാവും അല്ലേ? എന്താ 3 വർഷം പഠിപ്പിച്ച കുട്ടികൾ എന്താ പറയുക, ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ജീവിതത്തിൻ്റെ ഭാഗമായ കുട്ടികൾ എന്താണ് പിരിയാൻ പോവാണ്. ഉറപ്പായിട്ടും എന്താ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സുഹൈൽ സാറിനോട് ലവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയാം. അവൻ കണ്ട് ഞെട്ടട്ടെ, ചിലപ്പോൾ എന്താ ഒരു കണ്ണീരോടൊക്കെ വായിക്കട്ടെ അല്ലേ? അത് രസമുള്ള പരിപാടി. നമ്മളൊരു ഒരു ഭയങ്കര ആസ്വദിച്ചൊരു കാര്യം ചെയ്ത് അത് കുറച്ച് ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടെന്ന് നമ്മളറിയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. ആൻഡ് സുഹൈൽ സാറിന് ഇഷ്ടമുള്ള നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഉറപ്പായിട്ടും മാർച്ച് 23 വരെ, അതുമാത്രമല്ല അതിനുശേഷം എന്താണ് കട്ടക്ക് എജ്യൂപോർട്ട് പല രീതിയിലായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞാനുണ്ടാവും, സുഹൈൽ സാർ ഉണ്ടാവും, എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം റാപ്പിഡ് റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ളതും വേറെ എന്തൊക്കെയോ ലിങ്കുകൾ ഉണ്ടെങ്കിൽ നോക്കിയും കണ്ടൊക്കെ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ബൈ.